വല നമ്മളവിടെ തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി സെറ്റ് വെച്ചിരിക്കും. ഇങ്ങനെ പോകുമ്പം ഇപ്പിട്ടൊരു മീനെ കണ്ട ഓട്ടോ സ്പോട്ട് തന്നെ ഒരൊറ്റ അടിയണ്ട. എന്നിട്ട് ഇതിനകത്തെങ്കിലും മീനുണ്ടെങ്കിൽ ഇതിപ്പോ മീനാന്ന് കരുതിയോ, ഇതിനെ നമ്മള് ഒറ്റ പോത്താ ഇങ്ങനെ ഇവിടെ കിട്ടിയില്ലെങ്കിൽ അത് ഇവിടെ നോടും, ഇവിടെ വന്ന് കയറും. അങ്ങനെ ബ്ലോക്ക് ചെയ്യണ്ട. ഈ വല ചവിട്ടി താത്താ പിന്നെ ഇതിനകത്ത് കിടക്കുന്ന സാധനം. പക്ഷേ ഈ ഒരു കുഴിയുടെ അളവ് വെച്ച് നോക്കുമ്പോൾ ഇത് ഏതാണ്ട് ഒരു 4 അടിക്കകത്തേ ഉള്ളൂ കുഴി. പക്ഷെ നമ്മുടെ വല ഏതാണ്ട് ഒരു നല്ല റൗണ്ട് വീഴും, അത്ര റൗണ്ട് വീഴും. നമ്മൾ ആ ഒരു ഏരിയ ഉദ്ദേശിച്ച് നമ്മൾ വല കെട്ടിയേക്കുന്ന സംഭവം കണ്ടന്റ് സംഭവം. ഇങ്ങനെ വലയിൽ മീൻ കയറി കഴിഞ്ഞാൽ അടിച്ച് വെളിയിൽ പോകും. പോച്ച കിടക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം സംഭവം പാടത്തിലെ വെള്ളം കയറിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ വെള്ളക്കെട്ടിൽ എങ്ങനെ വല ഇടുന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ചെറിയ ചെറിയ ഈ പാടത്ത് എങ്ങനെ നമ്മൾ ഇത്രയും വലിയ വല ഇടുന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഈ ചെറിയ പണയുണ്ടല്ലോ, അപ്പൊ അവിടെ എങ്ങനെ വല വീശാനുള്ളതാണ്. അപ്പൊ ഇത്ര വലിയ വല സ്വാഭാവികമായിട്ട് നമുക്ക് വീശാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്പേസിൽ നമുക്ക് വീശാൻ പറ്റും. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളം അയ്യോ അതിന് മുമ്പ് വേറെ കാര്യം പറയാനുണ്ട്, ഒരു ഇൻഫർമേറ്റീവ് കാര്യം പറയാം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊരു ഫിഷിംഗ് വീഡിയോ അല്ല. നമ്മൾ ഈ പണമുള്ളിടത്ത് നമ്മൾ എങ്ങനെയായിരുന്നു വല വീശുന്നത് കാണിക്കാൻ പറ്റുള്ള വീഡിയോ മാത്രം. അപ്പൊ ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 5 6 6. അപ്പം ട്രോളിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് മീൻ പിടിക്കുന്നത് നിയമവിരുദ്ധമാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ചെറിയ വണയിൽ വീശുന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കുറെ വീഡിയോസ് കേട്ടിട്ടുണ്ട്. എന്തോ വല ഇടുന്നതും വല വറക്കുന്നതും വല കറക്കുന്നതും പല ഏതൊക്കെ പറ്റുള്ളതും ജില്ലക്കാരുടെ വീശ് അങ്ങനെ അക്കച്ചക്ക വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തോ ഇന്നത്തെ നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ വല നമ്മൾ ചെറിയ വണയിൽ നമ്മൾ വീശി കാണിക്കും. എന്റെ പറ്റിയേ ഓക്കെ എന്നാ വാ. അപ്പം നമ്മുടെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്. സംഭവം നമ്മുടെ ഇത്ര വലിയ വല ഉണ്ട്, നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളൊരു ടേപ്പ് അടിക്കും. ടേപ്പ് അടിച്ച് കഴിയുമ്പോൾ എന്തോ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ വല മൊത്തം ഈ റൗണ്ട് ആവും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു വള്ളി വെച്ച് കെട്ടാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഈ വല ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടിടാം. പക്ഷെ നമ്മളിങ്ങനെ കെട്ടിടുന്നില്ല. ഇതെങ്ങനെ ടേപ്പ് അടിക്കുന്ന പറയുന്നത് അറിയുമോ? ഇവിടെ നേരെ വലയുണ്ട്, നമ്മൾ വീശുമ്പോൾ കാണാൻ വേണ്ടിട്ടെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഒരു ചുമ്മാ ഒരു വള്ളിയിട്ട് കെട്ടിയാൽ മതി. അപ്പൊ നമ്മുടെ വല ഇത്രയുള്ള ചെറിയ വലയായിട്ട് മാറും. ഇത് ഇത്രയും നമ്മുടെ കയറ് പോലെ തന്നെ നമ്മൾ ഇതിനെ പിടിക്കും, തിരിച്ചു പിടിക്കും. നമ്മുടെ ചെറിയ വണയിൽ നമുക്ക് ഈ സെറ്റപ്പിൽ വീശാൻ പറ്റും കേട്ടോ. അത് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. കേട്ടിക്കേ വീഡിയോ അല്ലേ? ഓക്കെ. അപ്പൊ അതുകൂടെ കാണിച്ചരേ. ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ അടിപിടി. അപ്പൊ നമുക്കൊരു ഇത്ര റൗണ്ട് എന്ന് പറയുമ്പം എത്ര 4 അടിക്ക് വട്ടം. അപ്പൊ എത്ര 4 16 ആ റൗണ്ട് വരും. അപ്പൊ നമുക്കൊരു എന്റെ ഹൈറ്റ് എത്ര ആയിരിക്കും? ഒരു 5 5.5 ഇല്ലേ? അപ്പൊ നമ്മളൊരു പണം ഏകദേശം ഒരു നീളത്തിൽ കിടന്ന എന്റെ ഒരു നീളം, ആ നീളം ഉദ്ദേശം നമ്മൾ കിട്ടുന്നത്. ഇപ്പൊ 5 ഒരു 5 അടിയിൽ നമ്മൾ ഇവിടെ ഒരു ടേപ്പ് അടിക്കും. ടേപ്പ് അടി അറിയാമോ? ഇവിടെ ആണ് അതിന്റെ ഇതെന്ന് കാണാൻ വേണ്ടി കേട്ടോ. എന്തുവാ ഈ അളവനുസരിച്ചല്ലേ വല വീശുന്നത്? ഈ അളവല്ലല്ലോ, ഈ അളവ് വരെ ഈ വല വിരിയത്തുള്ളൂ. മനസ്സിലായോ? വിരിയത്തില്ല. നമുക്കിവിടെ കെട്ടിട്ടാ മതിയായിരുന്നു. പക്ഷെ ഇതിപ്പോ ഇവിടെ വരെ വല വിരിയെന്ന് കാണിക്കാൻ വേണ്ടിട്ട് വെള്ളത്തിൽ വീഴുമ്പോഴേ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഈ ടേപ്പ് ഇത് പൊട്ടി പോത്തില്ലേ? ഏതാ? ഇല്ലില്ല, ഇത് നല്ല കട്ടിയുള്ള ടോയിന്. ഇതാ തങ്കൂസ്. അത് കുരുങ്ങത്തില്ലല്ലോ. നിങ്ങൾ കണ്ടോ? സംഭവം കണ്ടോ? സംഭവം വീണ്ടും ഒന്നുകൂടെ പറയാ, ഇത് ഫിഷിംഗ് വീഡിയോ അല്ല. പണയിൽ നമ്മൾ എങ്ങനെ വീശുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. പല വീശുന്ന വീഡിയോസ് നമ്മൾ കുറെ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്, സെക്കൻഡ് ചാനൽ ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായമൊക്കെ നമ്മൾ ചോദ്യം നമ്മൾ ഇനിയും തുടർന്ന് നമ്മൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇറക്കും. പല മാത്രമല്ല എല്ലാ സംഭവം ഇറക്കില്ലേ. പിന്നെ നമുക്ക് ഇത് വെള്ളത്തിൽ ഇറങ്ങി അപ്പൊ ഈ വീഡിയോയിൽ ഈ പല ഇത്ര വീഡിയോ ഇവിടെ വരെ വിരിയത്തുള്ളൂ. അപ്പൊ അതാ കാണിക്കാൻ പോകുന്നത്. ഉച്ചയെ കൊണ്ടേ നമ്മൾ തിരുത്തുമല്ലോ ഇവിടെ. അങ്ങനെ ഒരു വിഷയങ്ങളുണ്ട് ഇവിടെ കെട്ടി ഇത് ചെയ്യുമ്പോൾ. മെയിൻ വിഷയം പറഞ്ഞാൽ ഈ കരിയിലല്ലാണ്ട് ഇതിനകത്ത് കയറി കുരുങ്ങുന്ന മെയിൻ വിഷയം. മയക്ക് വെള്ളത്തിൽ വീഴുവോ? ഏതാ? അപ്പൊ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടെ. നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ എപ്പോഴും ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇറങ്ങാനുള്ള. പക്ഷെ നമ്മളിപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ചാടി പിടിച്ച് ഇറങ്ങിയ കേട്ടോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീശോ ഡ്രസ് എടുത്തില്ല. അപ്പൊ ഈ സാധനം ഇട്ടുണ്ട് ഇറങ്ങരുത്. കാരണം എന്ന് വെച്ചാൽ ഈ കണ്ണ് കയറി പട്ടണച്ച് കുരുങ്ങുന്ന ഒരു മെയിൻ പരിപാടിയാണ്. അതായത് നമുക്ക് എപ്പോഴും ഉണ്ടാകാറുള്ള മിസ്റ്റേക്കാറ്. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് ചെറിയൊരു പണയിൽ എങ്ങനെ വീശാണത്. ഇത് മെയിനായിട്ട് ഓർക്കും മീൻ പിടിക്കുന്ന വീഡിയോ അല്ലാതെ കേട്ടെ, ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ ആണോ? റെക്കോർഡാണോ? നമ്മൾ ഈ വെള്ളം കിടന്ന കണ്ടോണ്ടല്ലേ, ഈ കണ്ടത്തിലെ മെയിൻ വിഷയം എന്ന് പറയുമോ, ഇത് ഈ ചീനിക്കെട്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ മൊത്തം തുരപ്പന്മാരുടെ കോട്ടയായിരുന്നേ. എലിപ്പനി പിടിയിടാൻ വേറെ ഒന്നും വേണ്ട. അപ്പൊ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോ നമുക്ക് എന്തെങ്കിലും ചെറിയ ശാരീരിക അസ്വസ്ഥ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കമ്പ മാറി കിടക്കേ. നമുക്ക് ഇതുവഴി ഇറങ്ങിയല്ലേ കാഴ്ച നമ്മൾ വേണ്ടേ. ഇവിടെ ട്രൈ ചെയ്യാൻ പോവാ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ചാലാണ്. നൈറ്റൊക്കെ വന്ന് മീൻ കിട്ടും. പക്ഷെ നമ്മുടെ ഉദ്ദേശം മീൻ പിടിക്കുക എന്നുള്ളതല്ല. ഈ വരമ്പിലെല്ലാം ചെറിയ ചെറിയ മീനുകൾ
ഇവിടെ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ശല്യമാവരുത്. നമ്മൾ ഇവിടെ നോക്കിയിട്ട് മീനൊന്നും ഇവിടെ പൊടിമീനൊന്നും ഇല്ലെന്ന് ഉറപ്പിച്ചിട്ട് നമ്മൾ വീശുന്നത്. ഇവിടെ സേഫാണ്. ഇവിടെ പഴയ ഒരു കുഴിയെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ വീശുന്നത്. വേറെ മീനെയൊക്കെ ഒന്നിനോ നമ്മൾ ഈ സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമ്മൾ കണ്ടന്റ് ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞിനി വെറുതെ ഒരു പൊടിമീൻ പോലും നമ്മുടെ വല കയറരുത് എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഇവിടെ ഈ ചെറിയൊരു സ്പോട്ടിൽ എങ്ങനെ വീശാം എന്നുള്ള നമ്മൾ കാണിക്കുന്നുണ്ടേ. അത് നമ്മുടെ ഇത്ര പറ്റില്ല. സാധാരണ നമ്മൾ വീശുമ്പോൾ നമുക്കറിയാം ഏതാണ്ട് ഒരു അത്രയും സ്ക്വയർ ഫീറ്റ് പോകും. പക്ഷേ ഇത് അത്രയും പോകാൻ പാടില്ല, ഇവിടെ വീഴാവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തേട്ടെ. പിന്നെ ഇതെങ്ങനെ വീശണമെന്നുള്ളതിൻ്റെയൊക്കെ ഇത് നമ്മൾ ഇട്ടിട്ടുണ്ട്, കുറേ ഇട്ടിട്ടുണ്ട് വീഴട്ടെ. അപ്പോൾ തുടർന്ന് നമുക്ക് വേണമെങ്കിൽ ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു കുഴിയുടെ അളവ് വെച്ച് നോക്കുമ്പം ഇത് ഏതാണ്ട് ഒരു 4 അടിക്കകത്തേ ഉള്ളൂ കുഴി. പക്ഷെ നമ്മുടെ വല ഏതാണ്ട് ഒരു നല്ല റൗണ്ട് വീഴും കേട്ടോ, അത്ര റൗണ്ട് വീഴും. നമ്മൾ ആ ഒരു ഏരിയ ഉദ്ദേശിച്ച് നമ്മൾ വല കെട്ടിയേക്കുന്ന സംഭവം. നമ്മൾ നോക്കേ ഇവിടെ ഇടാം, നമുക്കേ ട്രൈ ചെയ്യട്ടെ. ഉണ്ടാ ചെറുതായിട്ട് വീഴണ്ടേ, ആ ഒരു റൗണ്ട് ആ ഒരു കുഴി കവറാവുന്ന രീതിയിലെ സാധനം വീഴണ്ടേ. ഇങ്ങനെയാണ് നമ്മൾ ചെറിയ പണകളിൽ നമ്മൾ വീശാൻ വേണ്ടി നമ്മൾ വല സെറ്റ് ചെയ്യുന്നത് കേട്ടെ. നമ്മുടെ വലിയ വലയാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ നോക്കിക്കോണ്ട. ഈ ഒരു ഇത്ര വല കയറി വരുമ്പോൾ നോക്കണേ, ഉണ്ടാ ആ ഒരു റൗണ്ടിൽ നിന്നായിരിക്കും നമുക്ക് വല ഒതുങ്ങി വരുന്നത്. ഇതാ കിട്ടല്ലേ ഈ ഒരു കറുപ്പുണ്ടേ, നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ ടേപ്പ് അടിച്ചത്. അവിടെ ഒരു വള്ളി ചുമ്മാ കിട്ടിയാൽ മതി, ഇവിടെ കെട്ടിട്ടാൽ മതി. ഏതാ നമ്മൾ ഈ ചെറിയ ചായവില് അടിക്കുന്നേ നോക്കിക്കൊണ്ട് ഒരു പൊടി പോലും കയറിയിട്ടില്ലെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. ഓരോരുത്തരും നമ്മൾ നോക്കാല്ലേ. അപ്പൊ നമുക്ക് ഒരിടത്തൂടെ അടിച്ചത് കാണിച്ചു കൊടുക്കേ. ഇവിടെ ഓക്കെയാണ്, ഇവിടെ ഓക്കെയാണോ? അവിടെ കണ്ടോ, അവിടെ ഉണ്ടോ, അവിടെ കിടപ്പുണ്ട്. പോയി പൊടിമീനാ പോകുന്നുണ്ടോ? പൊടിമീൻ പോകുന്നുണ്ടോ? ഇലകളുടെയൊക്കെ വേരുകളുടെയൊക്കെ ഇത് പുറത്തോട്ട് വിടുന്നേ. പണ്ട് ഇത് അതിനകത്ത് ആമയുണ്ട്, മീനുണ്ട് എന്നൊക്കെ പറയായിരുന്നു, ഞണ്ടുണ്ടെന്നൊക്കെ പറയായിരുന്നു. ഇങ്ങനെ ഈ കൂള് വരുമ്പോ അത് കുത്തിപ്പൊളിച്ചു. ഈ മരങ്ങളുള്ള സ്ഥലങ്ങളിൽ വരുന്നത്. ഇവിടെ ചവിട്ടുമ്പോഴൊക്കെ നമ്മളിവിടെ പവർ കൊടുത്ത് ചവിട്ടുമ്പോഴേ അതിന് ഓപ്പോസിറ്റ് വേറെ സ്ഥലങ്ങളത്തെ എയർ തള്ളി വരും. ഈ പണയിലെല്ലാം നമുക്ക് ഇതേ തക്കമല്ലേ, നമുക്ക് ഇങ്ങനെയുള്ള ഈ പണയിലൊക്കെ നമുക്ക് നൈറ്റ് ഉള്ള മീൻ നമുക്ക് ഈ സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക്. പക്ഷെ അത് ആ പണി എത്തിക്കുകയും ചെയ്യത്തില്ല. എന്തുവേ അടുത്ത പ്ലാൻ എന്തോ ഇപ്പൊ? അത് അവിടെ ട്രൈ ചെയ്യാൻ പോവാ. അപ്പൊ അവിടെ ഇട്ട പോലെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യെസ്, ഈ ഒരു സ്പേസിൽ മീൻ ഉണ്ടെങ്കിൽ റെക്കോർഡാണ് ഇപ്പം. ഈ ഒരു സ്പേസിൽ മീൻ ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ ഈ ചെറുതായിട്ട് എന്താ ഓവർ വെയിറ്റ് ചെയ്തിപ്പം ഏതിനാണ് ഇത്ര നേരം വെയിറ്റ് ഇല്ലായിരുന്നല്ലേ. ആ ക്ഷീണിച്ചോണ്ട് ഇത് ചുമന്ന് നടന്നപ്പോഴത്തേക്ക് അങ്ങ് ക്ഷീണിച്ചെന്തുവേ. നമ്മുടെ ഈ വീശിന്റെ ഡ്രസ്സ് ഇതല്ലല്ലോ, ആ ഷോർട്സ് ഒക്കെ കിട്ടണമെന്നല്ലേ നമുക്ക് ആ ഒരു എന്തുവാ ഇത് കിട്ടത്തോള്. വീശാൻ വരുമ്പോഴേ ഒരു ഓടിച്ച കിടക്കാനുള്ള ഒരു വൈബ് കിട്ടത്തോള്. ഇതിപ്പോ നമ്മൾ ഇവിടെ വന്നിട്ട് ഇന്ന് സെറ്റ് ചെയ്യുന്നുണ്ടോ ഡിലേ ആവുന്നത്. നമ്മൾ ഓൾറെഡി വല നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ട് നമ്മൾ മീനെ കണ്ടാ കേട്ടെ. എങ്കിലും നമുക്ക് മീനെ കണ്ട ഉടനെ നമുക്ക് എറിയാൻ പറ്റൂ. എന്തുവേടേ ഇതൊക്കെ ഇങ്ങനെ അത്രയും വാല്യൂ ഇവിടെ ഇട്ടത് ഇവിടെ ഇത്രയും ഓക്കെ മാനസികമായിട്ട് നമ്മളങ്ങ് ഇതായി അങ്ങ് ഭ്രാന്ത് പിടിച്ചു. അതാ ഈ കിടന്ന് ഓക്കെ. നമ്മളിങ്ങനെ നൈറ്റ് വരുമ്പോൾ എന്താണ്ട് ഇവിടെയൊക്കെ മീൻ കിടപ്പുണ്ടെങ്കിൽ, ചെറിയ സ്ഥലത്ത് മീൻ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇടാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അതല്ലേ ഓക്കെ അല്ലേ. പിന്നെ നീ അത് ചോദിച്ചാ ഞാനത് പറയുന്നത് പറഞ്ഞാ കണ്ടന്റ് സംഭവം. ഇങ്ങനെ വലയിൽ മീൻ കയറി കഴിഞ്ഞാൽ അടിച്ച് വെളിയിൽ പോകും. പോച്ച കിടക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വല ഇട്ടിട്ട് തപ്പി പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതിനകത്ത് മീൻ കിടന്നു കഴിഞ്ഞാൽ ഓടിപ്പോകാൻ സാധ്യത ഉണ്ട്. ഇത് ഓടി ഏതെങ്കിലും ഒരു ഈ ഒരു ഇത് ചെന്ന് കയറും കേട്ടോ. ഏതാ ഈ ഒരു പോക്കറ്റ് ചെന്ന് കയറും. എന്നിട്ട് അത് അവിടെ നിന്ന് ഇറങ്ങി ഓടും. എന്നിട്ട് അത് ഇവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കും. ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് പറയുമോ ഈ വല എല്ലായിടത്തും ചവിട്ടി താക്കും. ഈ കണ്ണി മൊത്തം നമ്മൾ ചവിട്ടി പുതയ്ക്കുമ്പം 2 പേര് ചവിട്ടി പുതയ്ക്കും. എന്നിട്ട് ഇതിനകത്തെങ്കിലും മീനുണ്ടെങ്കിൽ ഇതിപ്പോ മീനാന്ന് കരുതിക്കും. ഇതിനെ നമ്മൾ ഒറ്റ പൊത്ത ഇങ്ങനെ ഇവിടെ കിട്ടിയില്ലെങ്കിൽ അത് ഇവിടെ നോടും, ഇവിടെ വന്ന് കയറും. അങ്ങനെ ബ്ലോക്ക് ചെയ്യണ്ട. ഈ വല ചവിട്ടി താത്താ പിന്നെ ഇതിനകത്ത് കിടക്കുന്ന സാധനം പോകത്തില്ല. പിന്നെ അത് അങ്ങനെ പോകണമെങ്കിൽ അതിന്റെ വിധി പോകണമെന്നായിരിക്കും. മനസ്സിലായില്ലേ? ആ മീന് പോകണമെന്ന് വിധി ഉണ്ടെങ്കിൽ അത് പോയിരിക്കും. നമ്മുടെ ചട്ടി കിടക്കണമെന്നാണ് അതിന്റെ വിധിയെങ്കിൽ പോകത്തില്ല. അങ്ങനെയാണ് അതിന്റെ ഒരു ഇത്. അങ്ങനെ പോകുന്ന മീനുകൾക്കൊക്കെ വിധി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വിടും. മനസ്സിലായില്ലേ? പോകാറില്ല അങ്ങനെ. എങ്ങനെ അങ്ങനെ ഒന്നും പോയിട്ടുണ്ടെങ്കിൽ പോട്ടെന്നായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാ സംഭവം.
ഒന്നും കൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു പണം ഞങ്ങളുടെ എന്തോ ഒന്നുകൂടെ വേണോ അതോ നിർത്താണോ? ആണോ? ഈ അവിടെ ഉള്ളൊരു കരുത് എന്താ പറയുമ്പോ ഇവന്മാര് കുറെ നേരമായിട്ട് കിടന്ന് വീശുന്നു. എന്ത് ഇവന്മാര് പിടിക്കുന്നതെന്നായിരിക്കും ഒരു കാണുന്ന ഇരിക്കുന്നത്. കോമഡി എന്താ പറയുമോ, ഇതുവരെ അമ്മമാർക്കൊന്നും കിട്ടുന്നില്ലയോ? അമ്മമാർ എന്ത് കാണിക്കുന്നു? അമ്മമാർ അവിടെ നിന്ന് എന്ത് പിടിക്കുന്ന കാര്യം അറിയുന്നത്. പോച്ചപ്പുറത്ത് ഇവന്മാർ എന്താ പിടിക്കുന്നതെന്ന്. നമ്മളിത് പെട്ടെന്ന് സെറ്റാക്കി അടുത്തേക്ക് എടുത്തുന്ന പൊക്കോണം. എന്തുവാ നമ്മൾ നൈറ്റ് നമ്മൾ വരുമ്പോഴേ ഇത് കണക്കാ പോകുന്നത്. എന്തുവാ, അതായത് നമ്മൾ വല എടുക്കും, നോക്കിപ്പോവും. നിങ്ങൾ നമ്മളാ പറഞ്ഞൊക്കെ എന്തോ ഈ ചെറിയ ചാലിൽ ഇടുന്ന ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. ഈ പണയിൽ മീൻ കറി കിടക്കുന്ന സമയത്ത് അങ്ങനെ അതാ ഞാൻ നോക്കിപ്പോ വല നമ്മൾ അവിടെ തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി സെറ്റ് വെച്ചിരിക്കും. ഇങ്ങനെ പോകുമ്പം ഇപ്പിട്ടൊരു മീനെ കണ്ട ഓട്ടോ സ്പോട്ട് തന്നെ ഒരൊറ്റ അടിയണ്ട ആന മീന കണ്ട ഇത്രേ ഉള്ളു. അപ്പം വലിയ വലയാണെന്നുണ്ടെങ്കിൽ മൊത്തം കൊണ്ട് എടുത്ത് ചുറ്റി പരക്കെ എറിയുന്ന പറഞ്ഞാൽ പാടാ കിട്ടത്തില്ല സാധനം. അതാ പോച്ച മണ്ടയിൽ വരും. ഇത് വേണ്ട, പോച്ചയില്ല, തെളിഞ്ഞ വെള്ളം വേണ്ട. നോക്കേ നീ, ഇതിനകത്തൊരു സാധനം ഉണ്ടെങ്കിൽ എങ്ങും പോത്തില്ല. വെള്ളം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഈയം താഴും. അപ്പൊ ഇത് നോക്ക്, വലിച്ചു കയറ്റുമ്പോൾ അതിൻ്റെ ഇതിനകത്ത് മീൻ ഉണ്ടെങ്കിൽ ഇത് തന്നെ കിടന്നിരിക്കുക ഉറപ്പാ. മനസ്സിലല്ലേ? ഇപ്പോഴും നല്ല മീനുള്ള സമയത്ത് ഇടുമ്പോൾ കാര്യം പറഞ്ഞതാ അല്ലേ. ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഇത് കിടക്കും. ഈ ചെറിയ സ്ഥലങ്ങളിൽ നമ്മൾ വീശുമ്പോൾ ട്രിക്ക് അതാട്ടെ ഉണ്ടേ, ഇത് കിടക്കും. നമ്മള് ഓക്കെ അല്ലേ? ഇപ്പൊ വൈൻഡപ്പ് പറയാൻ തരാം. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഇറങ്ങിയതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തുവാ, ഈ എത്ര അടി ഉണ്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, 10-15 അടിയാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചെറിയ പണയിലൊക്കെ എങ്ങനെ നമ്മൾ രാത്രി വല വീശാറുള്ളതെന്നുള്ളതാണ്. കാരണം വല വലുതായതുകൊണ്ട് നമുക്ക് വല വീശാനുള്ള സാധാരണ പറ്റാറില്ലായിരുന്നു. അപ്പൊ അതിനൊരു ടിപ്പായിട്ട് നമ്മൾ ഇത് ഹാഫ് ആക്കിക്കൊണ്ട് വല ഹാഫ് ആക്കിയിട്ട് നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ഇത് ഇത്രയും കാണിച്ചാൽ മതി. ഇനിയിപ്പോൾ ഓക്കെ, ഹാഫായിട്ട് നമ്മൾ വല എങ്ങനെ വീശുന്നത് കാണിച്ചാണ്. ഫുൾ വല വീശുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ കടപ്പുറത്തുള്ളൊരു വല വീശുന്നത്, നമ്മൾ ഒരു കഴുത്തപ്പം വെള്ളത്തിൽ ഇറങ്ങുന്ന വല വീശുന്നതൊക്കെ നമ്മൾ ഒത്തിരി സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് ചാനലിനകത്ത് നമ്മുടെ എല്ലാ വീഡിയോസും കിടപ്പുണ്ട്. പിന്നെ പുതിയതായിട്ട് അതിന്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംശയം ചോദിച്ചാൽ മതി, നമ്മൾ അത് ചെയ്യും. പിന്നെ ഇത് തങ്കൂസ് വില കേട്ടെ. തങ്കൂസ് വിലയുടെ പ്രത്യേകത എന്താണെന്നുള്ളതും ടോയിൻ്റെ വിലയുടെ പ്രത്യേകത നമ്മൾ വീഡിയോ ഉണ്ടായിരുന്നു. ടോയിന് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. ടോയിൻ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ടോയിനകത്ത് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. പക്ഷേ ടോയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിയിലെല്ലാം നല്ല രീതിയിൽ കയറി കുരുങ്ങും. തങ്കൂസിനകത്ത് ഇതിലൊക്കെ കരിയിലുണ്ടാണെങ്കിൽ ഒരു കുട ഉടഞ്ഞാൽ മതി. മനസ്സിലായേ? പിന്നെ കുലിക്കോട്ടെ തന്നെ പല നീറ്റാവും. മനസ്സിലായില്ലേ? പിന്നെ വെയിറ്റിന്റെ പ്രശ്നത്തിനകത്ത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ വലയ്ക്ക് എപ്പോഴും വെയിറ്റ് ചെയ്യാൻ മതി. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഈ ഒരു സാധനം, മറ്റേ ടോയിനാ ഇപ്പൊ കുതിർന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടും. അപ്പൊ നമ്മൾ അതിനെ വെച്ചിട്ട് വീഡിയോ ഉണ്ടായിരുന്നു. ഇനി അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മളത് ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെ നമുക്ക് വല വീശാനുള്ളതുമേ ഓരോ ജില്ലക്കാരും കടലിലെല്ലാം വീശുന്ന വീഡിയോസ് നമ്മൾ അതൊന്നും വേണ്ട. അതൊക്കെ പിന്നെ മീൻ പിടിക്കാൻ പോകുന്ന ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യും. ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അടുത്ത വീഡിയോ ആയിരിക്കും. അപ്പം ഗുഡ് ബൈ, പോവാം നമുക്ക്. ടാറ്റാ.